ഹായ്, ഞാൻ ധന്യ. ഡിയർ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് കേരള ഗരം മസാലയാണ്. ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ചട്ടി ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/2 കപ്പ് പെരിഞ്ജീരകം അഥവാ ഫെനൽ സീഡ്സ് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഫ്ലെയിം എപ്പോഴും സിമ്മിൽ വേണം വെക്കാനായിട്ട്, ഇല്ലാന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോകും. ഇത് നന്നായിട്ടൊന്ന് ചൂടായാൽ മാത്രം മതി, വറന്നു വരേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇതിൻ്റെ മണമൊക്കെ നല്ല സ്മെല്ലൊക്കെ വന്നു തുടങ്ങി, നന്നായി ചൂടായിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗളിലേക്ക് കോരി മാറ്റാം. ഇനി ഇത് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഒരു 10 കറുവാപ്പട്ട, ചെറിയ കഷ്ണം കറുവാപ്പട്ട, അതൊന്ന് ഞാൻ കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. പിന്നെ വളരെ ചെറിയൊരു കഷ്ണം ജാതിയുടെ കുരു, പിന്നെ ഒരു തക്കോലം. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ ഗ്രാമ്പൂ, 3/4 ടേബിൾ സ്പൂൺ ഏലക്ക, പിന്നെ ഒരു ജാതിപത്രിയുടെ പകുതി. ഇതെല്ലാം കൂടി നന്നായി ഒന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ ഇതെല്ലാം നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതും നമുക്കൊരു ബൗളിലേക്ക് കോരി മാറ്റാം. ഇനി ഇതും ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ എല്ലാം ചൂടാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആദ്യം വറുത്ത് മാറ്റി വെച്ചിരുന്ന പെരിഞ്ജീരകം അതുകൂടി ഇട്ട് കൊടുക്കാം. അതും ചൂടാറിയിട്ടുണ്ടായിരുന്നു. ഇനി ഇതെല്ലാം കൂടി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം. ഞാനിവിടെ മിക്സിയുടെ ചെറിയ ജാറാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് ഈ മസാലകളെല്ലാം കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് പൊടിച്ചു കൊണ്ടുവരാം. നമ്മുടെ കറികളുടെ എല്ലാം ടേസ്റ്റ് കൂട്ടുന്ന ഗരം മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ചൂടാറിയതിന് ശേഷം എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ ഇട്ട് വെച്ച് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കുകയും ചെയ്യുക. ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്